ബി.ജെ.പിയെ പുനർനിർമ്മിക്കാൻ ശ്രീ രാജീവ് ചന്ദ്രശേഖറിന് പൂർണ്ണമായ ബി.ജെ.പി കേന്ദ്ര നേതൃത്വം അനുമതി നൽകിയിരിക്കുന്നു എന്നാണ് മനോരമയിലെ അയ്യപ്പൻ ആർ പ്രസിദ്ധീകരിച്ച വളരെ കൗതുകമുള്ള വാർത്തയും അനാലിസിസും. അയ്യപ്പൻ ഒന്ന് രണ്ട് വളരെ രസകരമായ വാർത്തയും അനാലിസിസും ഞാൻ കണ്ടിരുന്നു. മുമ്പ് ശശി തരൂരിനെ കുറിച്ചുള്ളതായിരുന്നു. അപ്പോൾ ഇതിൽ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിന് പുതിയൊരു പരീക്ഷണം നടത്തുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖറിന്റെ കീഴിലുള്ള ബി.ജെ.പി കേരള ഘടകം പുതിയൊരു രാഷ്ട്രീയ പരീക്ഷണം നടത്തുകയാണ്. ബി.ജെ.പി രാജ്യത്ത് മറ്റൊരിടത്തും ശ്രമിച്ചിട്ടില്ലാത്ത ഒന്ന്, തങ്ങളുടെ മുസ്ലിം വിരുദ്ധ പ്രതിച്ഛായ മറച്ചുവെക്കാനും ജനസൗഹൃദ ഭരണത്തിൽ മാത്രം ശ്രദ്ധയുള്ള ഒരു നിഷ്പക്ഷ പാർട്ടിയായി സ്വയം പുനർനിർമ്മിക്കാനും അവർ ആഗ്രഹിക്കുന്നു. പ്രതീക്ഷിച്ചതുപോലെ രാജീവ് ചന്ദ്രശേഖറിന്റെ തന്ത്രം ദേശീയ തലത്തിലും കേരള ബി.ജെ.പിയിലും എതിർപ്പിന്റെ മുരൾച്ചയ്ക്ക് കാരണമായി. ആഭ്യന്തരമന്ത്രി അമിത്ഷായും തന്റെ എതിർപ്പ് പ്രകടിപ്പിച്ചതായി പറയപ്പെടുന്നു. ഒടുവിൽ കേരളത്തിലെ ഹിന്ദുക്കൾക്കിടയിൽ തീവ്രമായ വർഗീയ ധ്രുവീകരണത്തോടെയുള്ള വിമുഖത കണക്കിലെടുത്ത ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി.ജെ.പി ദേശീയ പ്രസിഡന്റ് ജെ.പി. നദ്ദയും ചന്ദ്രശേഖറിന് മുന്നോട്ട് പോകാൻ അനുമതി നൽകിയതായി പറയപ്പെടുന്നു. എന്നാൽ അവരുടെ സമ്മതം ഒരു പ്രത്യേക കാലാവധി കഴിയുന്നതോടെ അവസാനിക്കും. 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ ഈ വർഷം തന്നെ ഫലം കാണിക്കേണ്ടി വരും. അദ്ദേഹത്തിന്റെ ലക്ഷ്യം കുറഞ്ഞത് 2 കോർപ്പറേഷൻ, 5 മുനിസിപ്പാലിറ്റി, 75 മുതൽ 100 വരെ ഗ്രാമപഞ്ചായത്തുകൾ, നിലവിലുള്ള കണക്കനുസരിച്ച് 2 മുനിസിപ്പാലിറ്റികളും 19 ഗ്രാമപഞ്ചായത്തുകളുമാണ് ബി.ജെ.പി നിയന്ത്രിക്കുന്നത്. ഈ ധാരണയുടെ ഭാഗമായി ചന്ദ്രശേഖറിന് ഇഷ്ടമുള്ള ടീമിനെ തെരഞ്ഞെടുക്കാനുള്ള അനുവാദവും നൽകിയിട്ടുണ്ട്. ജൂലൈ 11 പുതിയ ടീമിനെ പ്രഖ്യാപിക്കുന്നുണ്ട്. നമ്മളെല്ലാം കണ്ടതാണ് ആ പുതിയ ടീം ആരൊക്കെയാണെന്ന്. അതിൽ നമ്മുടെ കെ സുരേന്ദ്രൻ, വി മുരളീധരൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ പക്ഷത്തെ മാറ്റി അതിശക്തമായി തന്നോടൊപ്പമുള്ള ആൾക്കാരെയാണ് അദ്ദേഹം കൂടെ കൂട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പദ്ധതികളെ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരെയാണ് കൂടെ കൂട്ടിയിരിക്കുന്നത്. എങ്ങനെയാണ് ഷോൺ അടക്കം സ്ഥാനക്കയറ്റം നൽകിയത്? വലിയൊരു സ്ഥാനക്കയറ്റമായിട്ടാണ് കണക്കാക്കുന്നത്. എന്തായാലും വളരെ കൗതുകമുള്ള, വളരെ രസകരമായൊരു ഒരു വാർത്തയാണ്. യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ഡെമോഗ്രഫി എന്താണ്, അത് ബി.ജെ.പിക്ക് ചലഞ്ച് എന്തൊക്കെയാണ്, ഇത്തരം പല കാര്യങ്ങളും ഉണ്ട്. ഇത് വളരെ രസകരമായ, ഞാൻ അത് ഇംഗ്ലീഷിലും വായിച്ചു, മലയാളത്തിലും വായിച്ചു. ഈ കമ്മ്യൂണൽ ഹേറ്റ്രഡ് കുറച്ച് ബാക്കിയുള്ള ആൾക്കാരെയും കൂടെ കൂട്ടി മുമ്പോട്ട് പോകണം. ഇതാണ് പ്രധാനമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു വിഷൻ എന്ന് പറയപ്പെടുന്നു. 2-3 ബി.ജെ.പി കമ്മ്യൂണൽ അല്ല, വർഗീയമല്ല എന്ന ധാരണയാണ് അദ്ദേഹം മുമ്പോട്ട് വെക്കാൻ ശ്രമിക്കുന്നതെന്നാണ് പറയുന്നത്. അതായത് കേരളത്തിലെ ജനസംഖ്യ എന്ന് പറയുന്നത് 55% ഹിന്ദുക്കളാണ്. 18% നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ, 27 മുതൽ 78% വരെ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ. ഇതിൽ ഈ 50 മുതൽ 55% വരെ ഹിന്ദുക്കളിൽ 12 മുതൽ 15% വരെ നായർ സമൂഹം, 22 മുതൽ 25% വരെ ഈഴവ സമൂഹം, ഒരു 10% മുതൽ 15% വരെ ബാക്കി പിന്നോക്ക SC/ST അടക്കമുള്ള ജനവിഭാഗങ്ങൾ. അത് തന്നെ പ്രോമിനന്റ് ആയ പുലയ വിഭാഗമുണ്ട്, വിശ്വകർമ്മജ വിഭാഗമുണ്ട്, അവരൊക്കെ OBC കാറ്റഗറിയിലാണ്. പിന്നീട് SC/ST വിഭാഗങ്ങളുണ്ട്. 1%, 3% ബ്രാഹ്മണ സമൂഹം. ഇങ്ങനെയാണ് കേരളത്തിന്റെ ഒരു ഡെമോഗ്രഫി. ഇതിന്റെ കൂടെ അതായത് ഇതിൽ കിട്ടുന്ന സവർണ ഹിന്ദു വോട്ടുകളോടൊപ്പം പരമാവധി OBC വോട്ടുകളും അതോടൊപ്പം BDJS കൊണ്ടുവരുന്ന ഈഴവ വോട്ടുകളും കൺസോൾഡേറ്റ് ചെയ്യുക. ഇതാണ് രാജീവ് ചന്ദ്രശേഖർജിയുടെ പ്ലാൻ ഒരു വശം. അതോടൊപ്പം ക്രിസ്ത്യൻ സമൂഹത്തിൽ വലതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നവരുടെ വോട്ട് കൺസോൾഡേറ്റ് ചെയ്യുക. പിന്നെ മിഡിൽ ക്ലാസിന്റെ അരാഷ്ട്രീയ മിഡിൽ ക്ലാസിന്റെ വോട്ട്, യൂത്തിന്റെ വോട്ട്, ആസ്പിറേഷണൽ മിഡിൽ ക്ലാസിന്റെ വോട്ട്, ഇതായിരുന്നു ഇതുവരെ സ്ട്രാറ്റജി. അപ്പോൾ കേരളത്തിന്റെ ഏറ്റവും വലിയ നന്മ, കേരളം വർഗീയതക്കെതിരെയാണ്, വിദ്വേഷത്തിനെതിരെയാണ്. ഇസ്ലാമിക വെറുപ്പും ക്രിസ്ത്യൻ വെറുപ്പും ഹിന്ദു വെറുപ്പും ഒന്നും അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ വളരെ മതസൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഒരു ഇടമാണ്. അപ്പോൾ അതിൽ ആരും വിഷം കലക്കരുതെന്ന് ഓരോ മലയാളിക്കും നിർബന്ധമുണ്ട്. അതായത് കേരളത്തിലെ ഉള്ള ബി.ജെ.പിയും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കേരളത്തിലുള്ള ഹിന്ദുവും മുസ്ലിം ക്രിസ്ത്യാനിയും എല്ലാം ഉള്ളിന്റെ ഉള്ളിൽ നമ്മുടെ നാട് കേരളം പോലെ ആകണം, ഇന്ത്യ എന്നും മതസൗഹാർദ്ദം നിലനിൽക്കണമെന്നും ആഗ്രഹിക്കുന്നവരാണ്. തീവ്ര ഹിന്ദുത്വവാദികളും തീവ്ര ഇസ്ലാമിസ്റ്റുകളും തീവ്ര ക്രിസ്ത്യൻ വാദികളും മാറ്റിവെച്ചാൽ അപ്പോൾ ആ ഫാബ്രിക്കിലേക്ക് ബി.ജെ.പിയെ പുനർനിർമ്മിക്കുകയാണ് ലക്ഷ്യം എന്നാണ് അയ്യപ്പൻ ആർ പണ്ഡിതോചിതമായി എഴുതിയിരിക്കുന്നത്. ആ ചലഞ്ചിൽ അദ്ദേഹം വിജയിക്കുമോ എന്നറിയില്ല. പക്ഷെ ഇതിന്റെ സത്യം എന്ന് പറഞ്ഞാൽ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം ബി.ജെ.പി ആകട്ടെ, കോൺഗ്രസ് ആകട്ടെ, CPM ആകട്ടെ, നമ്മുടെ നാട്ടിൽ മതസൗഹാർദ്ദം ആവശ്യമാണ്. സാമുദായിക സംഘർഷവും സാമുദായിക സ്പർദ്ധയും ജാതി തിരിഞ്ഞുള്ളടിയും മതം തിരിഞ്ഞുള്ളടിയും ഒന്നും പാടില്ല. രാഷ്ട്രീയ പാർട്ടി ഏത് വന്നാലും നമ്മുടെ മതസൗഹാർദ്ദവും മറ്റും നിലനിൽക്കണം. അതിന് വലിയൊരു മുതൽക്കൂട്ടാകട്ടെ രാജീവ് ചന്ദ്രശേഖർജി അടക്കം അത് ആത്മാർത്ഥമായി ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്.
അത് കാണിക്കാൻ വേണ്ടി മാത്രമാകരുത്, വോട്ട് കിട്ടാൻ വേണ്ടി മാത്രമാകരുത്. സെക്കുലറായ ബഹുസ്വരവാദികളായ ഹിന്ദുക്കളെ വിശ്വാസത്തിലെടുക്കാൻ വർഗീയത ഉപേക്ഷിക്കുകയല്ല. വർഗീയത തെറ്റാണ്, അല്ലെങ്കിൽ വിദ്വേഷ രാഷ്ട്രീയം തെറ്റാണ് എന്ന് തിരിച്ചറിഞ്ഞ് അദ്ദേഹം ഉപേക്ഷിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ആ തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകട്ടെ. അത് തീവ്ര ഹിന്ദുത്വവാദികൾക്കും തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കും തീവ്ര ക്രിസ്ത്യൻ മതപരിവർത്തനവാദികൾക്കും ഒക്കെ ഉണ്ടാകട്ടെ. നമ്മുടെ രാജ്യത്ത് നന്മയും ഐക്യവും ഉണ്ടാകട്ടെ. രാഷ്ട്രീയം ഏതായാലും രാഷ്ട്രം നന്നായാൽ മതി, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ നമ്മളെ പഠിപ്പിച്ചത്. അതേപോലെ രാഷ്ട്രീയം ഏതായാലും രാഷ്ട്രം നന്നായാൽ മതി. അതിൽ മതസൗഹാർദ്ദവും ബഹുസ്വരതയും വളരെ ആവശ്യമാണ് എന്ന് ഓർപ്പിക്കുന്നു. ജയ് ഹിന്ദ്.